എൻ്റെ ഒരു ബിസി ഡേയുടെ കുറച്ച് വർക്ക്സ് കണ്ടു നോക്കിയാലോ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങും കേക്കും എല്ലാമായിട്ട് നല്ല ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഫസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 1 kg കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. വാഞ്ചോ ഫ്ലേവറിലായിരുന്നു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ തന്നെ പറഞ്ഞ ഡിസൈൻ അനുസരിച്ചായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമറിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു. കേക്കിൻ്റെ കൂടെ കുറച്ച് കസ്റ്റമൈസ്ഡ് കപ്പ് കേക്ക്സും ഉണ്ടായിരുന്നു. അടുത്തത് 1 kg വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അതും ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ. കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അശ്വനി ആയിരുന്നു. അശ്വനി എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു. കേക്കിൻ്റെ ഡിസൈൻ ആദ്യം കണ്ടപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നിയെങ്കിലും കേക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുമായിരുന്നു. എനിക്കിതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. സാധാരണ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ചോക്ലേറ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിന് ഔട്ട് സൈഡ് കൊടുത്തേക്കുന്ന ചോക്ലേറ്റ്സ് എല്ലാം ഞാൻ മെൽറ്റ് ചെയ്തിട്ട് ആ ഷേപ്പിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. കുറച്ച് സ്റ്റെം ചെറിയും കൂടെ യൂസ് ചെയ്തിട്ട് കേക്കിൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ലാത്ത ഡിസൈൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈം നമുക്ക് എക്സ്ട്രാ ആകാറുണ്ട്. അടുത്തതായിട്ട് 2 കസ്റ്റമൈസ്ഡ് 1/2 kg കേക്ക്സ് ആയിരുന്നു. ചേട്ടൻ്റെ അനിയത്തിയുടെയും ബർത്ത്ഡേ സെയിം അതായതുകൊണ്ട് തന്നെ ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന 2 കേക്ക്സ് ആയിരുന്നു. ഒന്ന് ബട്ടർ സ്കോച്ചും ഒരു കേക്ക് വെൽവെറ്റിലും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു സിമ്പിൾ ഫുട്ബോൾ തീം കേക്കായിരുന്നു. സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം കളേഴ്സൊന്നും യൂസ് ചെയ്യാതെ. നെക്സ്റ്റ് ഒരു കാർട്ടൂണിൻ്റെ തീം കേക്കായിരുന്നു. കേക്കുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടുണ്ടായിരുന്ന കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ്ലി എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ തന്നെയാണ്. നല്ല തിരക്കുള്ള ദിവസമായിരിക്കും മക്കളുടെ ബർത്ത്ഡേ വരുന്നത്. വീട്ടിൽ ഏതൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴും ഞാൻ മിക്കവാറും കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. മോസ്റ്റ്ലി എല്ലാ ഹോം ബേക്കേഴ്സും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേനാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ബിസി ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കേക്കിൻ്റെ എല്ലാ വീഡിയോസും ഒന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡും നാത്തൂനും അനിയനും എല്ലാം കൂടിയായിരുന്നു. അതിനിടെ ഞാനും അനിയനും കൂടിയായിരുന്നു ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോട്ടലി നല്ല ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് പിന്നെ പെട്ടെന്നൊന്ന് മഴ തോർന്ന ടൈമിൽ കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെയും പിടിച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് റൂമിൻ്റെ തന്നെ ഒരു കോർട്ട്യാർഡിലാണ്. അപ്പോൾ അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം, അങ്ങനെ എല്ലാവരും കൂടി എൻ്റെ മക്കളും എൻ്റെ അനിയൻ്റെ മോളുമായിട്ട് എല്ലാവരും കൂടിയായിരുന്നു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴേ ഇവിടെ അടിയാണ്, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരുടെയും ബർത്ത്ഡേ ആയിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരിയും ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നെങ്കിലും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേയും കൂടിയായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴും ഞങ്ങളെല്ലാം ഒരുപോലെ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റും വാങ്ങിച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിപ്പോൾ കുറച്ച് ദിവസം ആയെങ്കിലും ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ, വോയിസ് ഓവർ ചെയ്ത് ഇടുന്ന ലോങ് വീഡിയോ എൻ്റെ മോൻ്റെ ഡേയുടെ തന്നെ ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കേക്കുകളൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും ഫോൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കൂടി അറിയിക്കണേ. താങ്ക് യു. എന്താന്ന് പറയാമോ? എന്തുവാ സൂപ്പർ അല്ലേ? കണ്ടോ? സുന്ദരൻ.